വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നല്ല പഴുത്തിട്ടുള്ള ചെറുപഴമൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10-15 ചെറുപഴം എടുത്തിട്ടുണ്ട്. ചെറിയ പഴമാണ് കേട്ടോ, നല്ല പഴുത്തിട്ടുമുണ്ട്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്തിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതാണ് കേട്ടോ, അത് 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ചെറിയൊരു പീസ് ഇഞ്ചി നമുക്കിതിലേക്ക് ഇടുക. ഇഞ്ചി കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്നാക്കിന്. അപ്പോൾ ചെറിയൊരു പീസ് ഇഞ്ചി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതാ ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. മുട്ട ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ നമുക്ക് ആവശ്യത്തിന് ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. അപ്പം നല്ലതായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് മാറ്റിയാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് സ്നാക്കായി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു ഇത് വേണമല്ലോ, നമുക്ക് ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മൈദപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ആയിട്ട് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലപ്പോൾ ചില പഴം വലിയ പഴമായിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് മൈദയുടെ അളവ് കൂട്ടേണ്ടിയൊക്കെ വരും. അപ്പം ഞാൻ ഇവിടെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് റവയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് മൈദയും ചേർത്തു, പിന്നെ ഒരു 1/2 കപ്പ് റവയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. റവ കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്നുകൂടെ തിക്കായിട്ട് വരും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അതുവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്ക് ആ ഒരു ബാറ്റർ കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മൈദയുടെ അളവ് ചിലപ്പോൾ കൂട്ടേണ്ടി വരും നല്ല ലൂസാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഇത്രയും തിക്നെസ്സിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഞാൻ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. എള്ളോ അല്ലെങ്കിൽ കരിഞ്ജീരകം എന്തെങ്കിലും നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഒരുപാട് അങ്ങ് ടൈറ്റ് ആവരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് കുറച്ച് ഹാർഡായി പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ ഒരു ലൂസിൽ വേണം കിട്ടാനായിട്ട്. ഇനി അതിലേക്ക് ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ചേർക്കുന്നുണ്ട്. നല്ലൊരു സോഫ്റ്റ്നെസ് പൊങ്ങി വരാനൊക്കെ വേണ്ടിയിട്ട് 2 നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിത് ഒരു വടയുടെ ഷേപ്പിലാണ് കേട്ടോ ഞാൻ ചുട്ടെടുക്കാൻ പോകുന്നത്. നമ്മുടെ ഡോണറ്റിൻ്റെയും ഉഴുന്ന് വടയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിലാണ് ഞാനിത് ചുട്ടെടുക്കാൻ പോകുന്നത്. അപ്പം വേറൊരു മെത്തേഡും ഞാൻ കാണിക്കാം. അപ്പോൾ ഏതാ ബെറ്റർ എന്നും ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ ചെയ്തെടുക്കുക. ഇനി നമുക്കിത് വടയുടെ ഷേപ്പിലാക്കിയിട്ട് ഓയിലിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു തിക്നെസ് വേണം കേട്ടോ നമുക്ക് ഷേപ്പാക്കി എടുക്കുമ്പോൾ. എന്നാൽ ഒരുപാട് അങ്ങ് തിക്കായി പോവുകയും ചെയ്യരുത്. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ഒന്നും പോലെ അത്രയും തിക്കായി പോവുകയും ചെയ്യരുത്. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഞാൻ കൈയൊക്കെ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കയ്യിൽ നനവുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് ഷേപ്പാക്കി എടുക്കാൻ പറ്റും. നല്ല ലൂസായിട്ടുള്ള ബാറ്റർ അല്ലേ, അപ്പം നനച്ചിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ വടയുടെ ഷേപ്പാക്കിയിട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഓയിലിൻ്റെ അടുത്ത് നിന്ന് ഇതുപോലെ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ചെയ്ത് വെച്ചാൽ അത് പാത്രത്തിലൊക്കെ ഒട്ടി പിടിക്കും. അപ്പം അങ്ങനെ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് ഇങ്ങനെ ഓയിലിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കയ്യിൽ അടുത്തൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമാക്കി കൊടുത്താൽ നമുക്ക് കൈ നനക്കാൻ ഈസി ആയിരിക്കും, വെള്ളം ഉണ്ടെങ്കിൽ. അങ്ങനെ ഓരോന്നായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ സ്പീഡിലിട്ടിട്ട് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കരുത്. ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി വരണമല്ലോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാ ഭാഗവും ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി ഞാൻ വേറെ രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഒരു 5-6 ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ ഉണ്ടെന്ന്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ കഴിക്കാൻ നല്ല ചൂടോടുകൂടെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടാറിയാൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഞാൻ വേറെ മെത്തേഡിൽ കാണിക്കുന്നത് ചൂടാറിയാലും ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു വട ഇരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഒരു സ്നാക്ക് എന്തായാലും ഇഷ്ടമാവും.
ഇനി ഞാൻ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. ഓയിലിലേക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് നുള്ളിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു തവണ തന്നെ ഇതുപോലെ കുറേ ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെയാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഒന്നുകൂടെ ഇഷ്ടം. ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കുമ്പോഴാണ് ചെറുതായിട്ട് ഇങ്ങനെ, മറ്റേത് പറഞ്ഞതിൽ വലിയൊരു വടയല്ലേ. അപ്പോൾ അത് കഴിക്കില്ലാറ് ഒന്നുകൂടെ ടേസ്റ്റ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ ഇഷ്ടം ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല പഴുത്ത പഴമൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ FB പേജിലാണ് നിങ്ങൾ വീഡിയോസ് കാണണമെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്